ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ എല്ലാവിധത്തിലുള്ള ബിസിനസ് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപ അതിനു വേണ്ടിയിട്ട് മുതലും മുടക്കി. അതിനുശേഷമാണ് അയാൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ധ്യാനിക്കാനായിട്ട് വരുന്ന അയാൾ ധ്യാന ദിവസങ്ങളിൽ എന്നെ കാണാനായിട്ട് വന്നു. അപ്പം അയാളുടെ ആഗ്രഹം ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ധ്യാനത്തിൽ കൂടി പ്രാർത്ഥിച്ച് നല്ലൊരു ബിസിനസ്സായി അത് മാറണം എന്ന് ആഗ്രഹിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പം അയാൾ എൻ്റെ അടുത്തുനിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ വലിയൊരു മലയാണ് കാണുന്നത്. ഈ മല കൊണ്ട് മറ്റ് അതിൻ്റെ പുറകിലുള്ളതൊന്നും കാണുന്നില്ല. പക്ഷേ ഈ മല അത് ഉണങ്ങി പച്ചപ്പായിട്ടുള്ളതൊന്നും അതിനകത്ത് കാണുന്നില്ല. അപ്പം ഞാൻ 1-2 പ്രാവശ്യം വീണ്ടും ആവർത്തിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ചോദിച്ചു. ഞാൻ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് അദ്ദേഹം ആ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ഒത്തിരിയേറെ സാധ്യതകളും ഗുണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവം ആ ബിസിനസ് ആരംഭിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇനി അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ആ മലയുടെ മുകളിൽ ഒന്നുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വലിയൊരു കാറ്റടിച്ച് ഉണ്ടായിരുന്നതായിട്ടുള്ള മരങ്ങളൊക്കെ പിഴുത്, ഉണക്കമരമാണ് ഉണ്ടായിരുന്നത്, അത് തന്നെ പിഴുതെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണിച്ച കാര്യങ്ങൾ പോലെ തന്നെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയാണല്ലോ പ്രാർത്ഥിച്ച്. അപ്പം അതിലൂടെ ലഭിക്കുന്നതായ വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തൽ ഇയാൾ ആരംഭിക്കാൻ പോകുന്ന ബിസിനസ് ദൈവം അനുവദിക്കുന്നില്ല. ഞാൻ മാനുഷിക രീതിയിൽ ഞാനിതെങ്ങനെ അദ്ദേഹത്തോട് പറയും? പക്ഷേ അദ്ദേഹം അതിനു വേണ്ടി 5 ലക്ഷം രൂപ മുടക്കിയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 5 ലക്ഷം രൂപ എന്നുള്ളത് ഒരു മുതൽ തന്നെയാണ്, ഒരു നഷ്ടം തന്നെയാണ്. പക്ഷേ ദൈവം ഇതിനകത്തൊരു കാര്യം ആഗ്രഹിക്കുന്നു. ഈ നഷ്ടത്തേക്കാൾ വലിയ ലാഭം തരുന്ന ബിസിനസ് ആരംഭിക്കാനായിട്ട് ദൈവം ഒരുക്കുന്നുണ്ട്. അതായത് ഒരു ബിസിനസ് ആരംഭിക്കാനായിട്ടുള്ള കൃപ, അതിനുള്ള വഴി കർത്താവ് സഹോദരന് തുറന്നിരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന ആ ബിസിനസ് അല്ല. അതാണെങ്കിൽ അതിനകത്ത് കാര്യമായിട്ടുള്ള പുരോഗമനോ വളർച്ച കാണുന്നില്ല. ഞാനിങ്ങനെ ഒരു ഉത്തരം പറഞ്ഞപ്പോൾ സ്നേഹമുള്ളവരെ, ആ സഹോദരൻ വലിയൊരു ആശ്വാസമായി. അതായത് അദ്ദേഹം പറയുക, ഞാൻ ഈ ധ്യാനത്തിൻ്റെ 3 ദിവസവും ഈ ഒരു കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കിട്ടിയ പ്രേരണ, നീ അഡ്വാൻസായിട്ട് മുടക്കിയ 5 ലക്ഷം ഒരു നഷ്ടമായിട്ട് കാണണ്ട, അതിനുവേണ്ടി നീ ഇത് ആരംഭിക്കണ്ട. അതാരംഭിച്ചാൽ നിനക്ക് കൂടുതൽ നഷ്ടമുണ്ടാകും, ഉയർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. അച്ഛാ, എനിക്കിപ്പം ആശ്വാസമായി. കാരണം ഞാൻ നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനിക്കാൻ വന്നതും ഈ ധ്യാന ദിവസങ്ങളിൽ എനിക്ക് കിട്ടുന്നതായ പ്രേരണ അത് എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ആലോചിക്കാനും പ്രാർത്ഥിക്കാനും വന്നത്. സ്നേഹമുള്ളവരെ, ആ സഹോദരൻ ആരംഭിക്കാനായിട്ട് ആലോചിച്ച അഡ്വാൻസ് മുടക്കിയ ആ പണം വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം ധ്യാനം കഴിഞ്ഞ് തിരിച്ചുപോയി. ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ എന്നെ കാണുന്നതിന് വേണ്ടി ആലോചിക്കാനൊക്കെ വന്നു. അപ്പോൾ പറഞ്ഞു, അത് ഞാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. എൻ്റെ 5 ലക്ഷം രൂപ ഞാൻ അതിനു വേണ്ടി മുടക്കിയെങ്കിലും എനിക്ക് 2 ലക്ഷം രൂപ വേറെ വഴിയായിട്ട് തിരിച്ചു കിട്ടി. അപ്പോൾ കാര്യമായിട്ടായിട്ട് നഷ്ടം ഉണ്ടായിട്ടില്ല. അച്ഛാ, ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു പുതിയ ബിസിനസ് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഒത്തിരി സാധ്യതകളുള്ളതാണ്. അത് ആരംഭിക്കണോ വേണ്ടോ എന്നൊന്ന് ആലോചിക്കാനും പ്രാർത്ഥിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളവരെ, ഞാൻ അതിനുവേണ്ടി ഈ സഹോദരൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അങ്ങനെ ആ വെള്ളച്ചാട്ടം അതിങ്ങനെ വെള്ളമൊഴുകി സമീപ സ്ഥലങ്ങളെ മുഴുവൻ നല്ല പച്ചപ്പുള്ളതാക്കി മാറ്റുന്നു.
അതോടൊപ്പം തന്നെ ദൂരങ്ങളിൽ നിന്ന് കുടമൊക്കെ ആയിട്ട്, പാത്രങ്ങളൊക്കെ ആയിട്ട് ഈ അരുവിയുടെ അടുത്തേക്ക് വന്ന് ആൾക്കാർ അത് നിറച്ചും ആ കൊണ്ടുവരുന്ന പാത്രവും കുടം നിറച്ച് വെള്ളം കോരി സന്തോഷത്തോടെ പോകുന്ന കാഴ്ചകൾ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നല്ലൊരു സൈനാണ് കർത്താവ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏതായാലും ഇപ്പോൾ ഒരുക്കി വച്ചിരിക്കുന്ന ആ ബിസിനസ് അത് ആരംഭിച്ചു. ഞാൻ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയാണ് അത് ആരംഭിച്ചത്, ബിസിനസ് ആരംഭിച്ചത്. അച്ഛാ, തുടക്കത്തിൽ തന്നെ നല്ല ഒരു പ്രോത്സാഹനം ലഭിക്കുന്ന വിധത്തിലുള്ള നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ എന്നും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാനുഷികമായിട്ട് ചില ബുദ്ധിയിലും തോന്നലിലും ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആരംഭിച്ചല്ലോ, അതിനുവേണ്ടി പണം മുടക്കിയല്ലോ എന്നെല്ലാം തോന്നും. പക്ഷേ ഏത് തോന്നലിൻ്റെ പിന്നിലും നമ്മൾ ആ അവസ്ഥയെ കർത്താവിന് കൊടുത്ത് അത് കർത്താവ് അനുവദിക്കുന്നതാണോ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിലൂടെയുള്ള ദൈവീക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നത്. ഇപ്പം ഞാനിവിടെ പറഞ്ഞത്, എങ്ങനെയാണ് ഒരു മനുഷ്യവ്യക്തിയെ കർത്താവിന് നഷ്ടപ്പെടുന്നത്. കർത്താവ് പറഞ്ഞല്ലോ, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. അപ്പം നീ ഏത് കർത്താവ് തരാത്ത സുഖം, കർത്താവ് അനുവദിക്കാത്ത സന്തോഷം, 3 കർത്താവ് ആശീർവദിക്കാത്ത കാര്യങ്ങൾ. ചില ബന്ധങ്ങളെ ഒന്നും കർത്താവ് ആശീർവദിക്കുന്നില്ല. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ തോന്നും, നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ ചില മാനുഷിക ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ചിലപ്പോൾ വിവാഹത്തിലേക്ക് നയിക്കുന്ന ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളായിരിക്കാം. കർത്താവ് ആ ബന്ധത്തെ ഒരു കുടുംബ ജീവിതത്തിൻ്റെ കാര്യത്തിൽ, വിവാഹം എന്ന ജീവിതത്തിലേക്ക് ആ ബന്ധത്തെ ആശീർവദിക്കുന്നുണ്ടോ? പലപ്പോഴും ഇന്ന് പലവിധ താൽക്കാലിക സുഖ സന്തോഷങ്ങളുടെ കാര്യത്തിൽ മനുഷ്യൻ പോകുമ്പോഴാണ് അതെല്ലാം ശരിയാണ് എന്ന് തോന്നുന്നത്. പലപ്പോഴും മനുഷ്യൻ്റെ ബുദ്ധിയിലും ചിന്തയിലും കാണുന്ന പല വിവാഹാലോചന ബന്ധങ്ങളും ദൈവം ആശീർവദിക്കാത്തത് കൊണ്ട്, ദൈവം ആശീർവദിക്കാത്ത ഏത് ബന്ധങ്ങൾ ആരംഭിച്ചാലും അത് ദൈവത്തിൻ്റെ ആശീർവാദമില്ലാത്തത് കൊണ്ട് തന്നെ അത് വിജയപ്രദമായി തീരില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിനാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും, ഏത് സുഖങ്ങളിലും, ഏത് സന്തോഷങ്ങളിലും, ഏത് ബന്ധങ്ങളിലും 3 കാര്യം ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മനുഷ്യനെ ദൈവത്തിൽ നഷ്ടപ്പെടാൻ, മനുഷ്യൻ ദൈവത്തിൽ അകലാൻ കാരണമായി തീരും. അതാണ് ദൈവം തരുന്ന, ദൈവം അനുവദിക്കുന്ന, ദൈവം ആശീർവദിക്കുന്ന സുഖങ്ങൾ, സന്തോഷങ്ങൾ, ബന്ധങ്ങൾ. ഇതാണ് കർത്താവ് തരുന്ന ഒന്നാമത്തെ ഉറപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. കർത്താവിൻ്റെ വചനം പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. ഇന്നലകളിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലും ഏതെല്ലാം കാര്യങ്ങളിലുമാണോ കർത്താവ് തരാത്തതും അനുവദിക്കാത്തതും ആശീർവദിക്കാത്തതുമായ പ്രവൃത്തികൾ, സുഖങ്ങൾ, ബന്ധങ്ങൾ, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, അതിന് പിന്നാലെ പോയത്, അതിൽ നിന്നും നീ വിട്ടാലേ അവിടെ ദൈവത്തിൻ്റെ ആശീർവാദം കിട്ടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി കർത്താവ് തരുന്ന രണ്ടാമത്തെ ഉറപ്പാണ്, വഴി തെറ്റിപ്പോയതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പം എന്താണ്, ആരാണ് വഴി? അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം. ഈശോ പറഞ്ഞു, ഞാനാണ് വഴി, വഴിയും സത്യവും ജീവൻ ഞാനാണ്. വഴി ഞാനാണ്. അപ്പം വഴിയാകുന്ന യേശുവിനെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് യേശുവാകുന്ന വഴിയിലൂടെ പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് ജീവിതത്തിൽ സത്യവും നന്മയും പുണ്യവും സ്നേഹവും എല്ലാം പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഈ വഴി, യേശുവാകുന്ന വഴി, ആ വഴിയിൽ നിന്ന് തെറ്റാൻ പാടില്ല. ഈശോ 2 മുന്നറിയിപ്പുകൾ നൽകി. ആ 2 മുന്നറിയിപ്പിൽ ഒന്നാമത്തെ മുന്നറിയിപ്പാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം.
നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴി തെറ്റിക്കും. 2 പേരെ വഴി തെറ്റിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, വഴി അറിയാത്തവരെ. അപ്പോൾ വഴി അറിയാത്തവരെന്തറിയണം? വഴി അറിയണം. ആരാണ് വഴി? ഈശോയാണ് വഴി. അപ്പോൾ ഈശോ പറഞ്ഞു, വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴി തെറ്റിക്കും. വഴി അറിയാത്തവനെ വഴി തെറ്റിക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തത്, വഴി ഏതാണ് എന്ന് സംശയിക്കുന്നവൻ. അതാണോ ഇതാണോ? ഇങ്ങനെ സംശയിക്കുന്നവൻ. ഈ സംശയിക്കുന്നവരെ വഴി തെറ്റിക്കാൻ പറ്റുള്ളൂ. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴി തെറ്റിക്കും. സ്നേഹമുള്ളവർ, ശരിയാണ് എന്ന് കരുതി പല തെറ്റായ പ്രബോധനങ്ങളും തെറ്റായ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ ഓർക്കുക, ചിലപ്പോൾ അവിടെ യേശുവിനെക്കുറിച്ചായിരിക്കും പറയുന്നത്, വചനത്തെ വ്യാഖ്യാനിക്കുന്നുണ്ടാകാം. എന്നാൽ അത് സത്യവിശ്വാസത്തോടും സത്യസഭയോടും ചേർന്നതാണോ? അവരെ പുരോഹിതരെയും അതുപോലെ തന്നെ മറ്റ് സഭാശ്രേഷ്ഠരെയും ബഹുമാനിക്കുന്നുണ്ടോ? അതുപോലെ പരിശുദ്ധ കന്യാമറിയത്തെ വണങ്ങുന്നുണ്ടോ? വിശുദ്ധരെ ആദരിക്കുന്നുണ്ടോ? മറ്റുള്ളവരോട് ചെയ്യുന്നതായ പ്രവൃത്തികളിൽ സത്യവും നീതിയുമുണ്ടോ? ഇതെല്ലാം പരിശോധിക്കണം. അപ്പോൾ പരിശോധിച്ചില്ലെങ്കിൽ നിന്നെ അവർ വഴി തെറ്റിക്കും. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം തിരുവചനങ്ങൾ, അവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ എപ്പോഴും സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ വഴി തെറ്റിക്കാൻ ആവശ്യമായ രീതിയിൽ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളും പ്രേരണകളും നിർബന്ധങ്ങളും ഉണ്ടായി എന്ന് വരാം. അപ്പോൾ ചിലപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനമാണ് പ്രഘോഷിക്കുന്നത്, എന്നാൽ അവിടെ രോഗസൗഖ്യം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ മറ്റ് പല വിധത്തിലുള്ള അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. എന്താണെന്ന് നീ തിരിച്ചറിയണം. അതായത് ഒരു കാലത്ത് സത്യസഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവ് വരം കൊടുത്തു. ഏതാ പരിശുദ്ധാത്മാവ് കൊടുത്ത വരം? അവിടെ രോഗശാന്തി വരമുണ്ടാകാം, അത്ഭുത പ്രവർത്തിക്കാനുള്ള വരമുണ്ടാകാം. അന്ന് ചേർന്ന് നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വരങ്ങൾ നൽകി ആ വ്യക്തിയെ അനുഗ്രഹിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് എന്തു ചെയ്യും? പരിശുദ്ധാത്മാവ് ഒരിക്കലും അതിനെ പിൻവലിക്കുക. ഇപ്പം എന്ത് ചെയ്തു? ഇപ്പം ആ വ്യക്തിയെ നുണയുടെ വഴിയിലൂടെ സാത്താൻ തട്ടിയെടുത്തിട്ട് ഇപ്പോൾ സാത്താനും അതുപോലെ തന്നെ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ മാലാഖമാരാണ് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നും ചെയ്തെന്നും വരാം. പക്ഷെ ആ വരുന്നതൊന്നും ദൈവത്തിൽ നിന്നാകണമെന്നില്ല. അതുകൊണ്ട് സത്യദൈവത്തിനുള്ള പ്രബോധനമാണോ എന്ന് നീ തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, വഴി തെറ്റിയവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പം എന്താ? നീ ആ തെറ്റിപ്പോയി എന്നൊരു തിരിച്ചറിവ്, ഈ തെറ്റിപ്പോയി എന്ന തിരിച്ചറിവാണ് നിനക്ക് തിരിച്ചു വരാനായിട്ട് നിന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.